ഇത് വേണ്ട. കൗശല ശാസ്ത്ര പ്രകാരം ലക്ഷണമൊത്ത കോഴെ കിട്ടുന്നത് വരെ കാത്തിരിക്കണം. കേട്ട കുട്ട കമ്പനിക്ക് നടക്കേണ്ടി വരുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞേ, ധൃതി വേണ്ടാന്ന്. കൗശല ശാസ്ത്രത്തെക്കാൾ ഭീകരമായ ചതിക്കുഴികളാണ് മനുഷ്യശാസ്ത്രത്തിലുള്ളത്. ഇത് വല്ലത് വായിച്ച ഉണ്ണിയെ നിങ്ങളിന്റെ പോകെ കണ്ട പൂലെ ഒന്ന് പോയി തരുമോ പ്ലീസ്? പോവാം. ഈ ഗതി കിട്ടാത്ത ആത്മാവിനോടെ ഇങ്ങനൊന്ന് പഴുതിട്ടോ ഈ അച്ഛൻ തെറ്റ് പൊട്ടി ചത്തു പോകോ. അച്ഛ ഒരു ഡൗട്ട്, ഈ 19 വട്ടം പൊട്ടി ചത്തത് എനിക്കെങ്ങനെ വീണ്ടും പൊട്ടിയ? ഞങ്ങൾക്ക് ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടിച്ചൂടെ? പോവേ. നല്ല മണം. കൗശലശാസ്ത്ര പ്രകാരം ലക്ഷണമൊത്ത കോഴിക്കാട്ടത്തിന്റെ മണം. ലക്ഷണമൊത്ത കോഴിക്കാറ്റ്. കൂട്ടിനുള്ളിൽ പതുങ്ങിയിരുന്ന ആരും കണ്ടുപിടിക്കില്ലെന്നായിരുന്നു കൊച്ചു കള്ളി. എന്റെ പിട ഇത് തന്നെ. കൗശലശാസ്ത്രപ്രകാരം ലക്ഷണമൊത്ത കോഴി. ഇതിനൊന്ന് പിടിച്ചിട്ടെന്നെ വേറെ കാര്യമുള്ളൂ. ഞാനൊരു സൈഡിൽ നിങ്ങൾ പിടിച്ച് പിടിച്ച് വരികയാണ്. നിങ്ങളുടെ കൺട്രോൾ തെറ്റിക്കില്ലേന്നു. സ്നേഹിക്കാം. സ്നേഹിച്ചേ ഇത് വഞ്ചിക്കോന്ന്. ഒരു തേപ്പ് കിട്ടിയാണ് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. കോഴിയെ പിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് മനസ്സ് ഏകാഗ്രമാക്കണം. മനസ്സ് പതരാതെ പിടിച്ചു നിൽക്കണം. കണ്ണിൽ ലക്ഷ്യസ്ഥാനം മാത്രം.
പൊക്കണം. അന്റെ അമ്മ മരിക്കാൻ ഈ നാല് എനിക്ക് സഹിക്കണില്ലേ? ഈ പറഞ്ഞത് നേരാ. അന്നി പറ്റിച്ച് കാട്ടിക്ക് കൊണ്ടുപോകാനാണ് വന്നത്. പക്ഷേ ഇരയാക്കപ്പെടുന്ന വർഗത്തിന്റെ ഇണയാവാൻ പറ്റുകയാണെങ്കിൽ ആരും കൂടെ പോകാതെ ഏത് പ്രതിസന്ധിയിലും തളരാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം. ഈ ലോകം എങ്ങനെയാ ചേർന്ന് നിൽക്കണം? മരിക്കും വരെ വാ തരണം. അവര് വായിക്കണത് നിറങ്ങളാണെങ്കിൽ നമ്മൾ ആ നിറങ്ങൾ കൊണ്ട് ആയുധം തീർക്കണം. ആയുധം കൊണ്ട് പോരാടണം. പോരാട്ടത്തിൽ അവർക്ക് ചിലപ്പോ നമ്മളെ കൊല്ലാൻ കഴിഞ്ഞേക്കാം.